വെള്ളിയാഴ്ച എന്ന് പറയുന്നത് ഞങ്ങൾക്കൊരു ചെറിയ പെരുന്നാളിൻ്റെ ഫീൽ തന്നെയാണ്. അന്ന് ഉച്ചക്കത്തേക്ക് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ വേണ്ടി വരും. ജുമൊക്കെ കഴിഞ്ഞ് വന്ന് എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതും, പള്ളി കഴിഞ്ഞ് വരുമ്പോൾ അവരെന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ കുറിക്കാൻ വേണ്ടി കൊണ്ടുവരും. അതും ഉച്ചക്കത്തെ ലഞ്ചിന് ശേഷം എല്ലാവരും കൂടി സീറ്റ് ഔട്ടിലിരുന്ന് കഴിക്കുന്നതും കുറേ കഥകളൊക്കെ പറഞ്ഞ് ചിരിക്കുന്നതൊക്കെ നല്ലൊരു മെമ്മറി ആയിരുന്നു. അതുകൊണ്ട് ഇന്നും അതുപോലൊരു വെള്ളിയാഴ്ചയാണ്. അപ്പോൾ ഇന്നും അതുപോലൊരു വെള്ളിയാഴ്ചയാണ്. ഇന്ന് നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് കൂടി. ഇന്ന് നമ്മൾ ചിക്കൻ മധുഹൂത്താണ് കേട്ടോ ഉണ്ടാക്കിയത്. അതിന് വേണ്ടിയിട്ട് മീഡിയം സൈസ് 3-4 സവാളയും 3 തക്കാളിയും ഒരു വലിയ ബൗൾ വെളുത്തുള്ളിയും ഒരു വലിയ കഷ്ണം ഇഞ്ചിയും നല്ലതുപോലെ പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു മണിക്കൂറായിട്ട് ബസ്മതി റൈസ് സോക്ക് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് സൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗ്രാമ്പൂ, ഏലക്ക, പട്ട, മല്ലിയൊക്കെ ചേർത്ത് കൊടുത്തു. അതിലേക്ക് ഇനി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊക്കെ കട്ടാക്കി എടുക്കാം കേട്ടോ. ഞാനിതെല്ലാം പേസ്റ്റ് ആക്കി എടുക്കുന്നത് എൻ്റെ മോക്കും ബ്രദറിനൊന്നും തീരെ ഇഷ്ടമല്ല. ബിരിയാണിയിലും ഗീ റൈസിലൊക്കെ ഉണ്ടാകുന്ന ഈ ഉള്ളി തക്കാളി ഒന്നും ഇഷ്ടമല്ല. അവരതൊക്കെ മാറ്റി റൈസ് മാത്രമേ കഴിക്കുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ പേസ്റ്റ് ആക്കി എടുക്കുന്നത്. ഇനി 2 മാഗി ക്യൂബ്, കാശ്മീരി ചില്ലി പൗഡർ, 2 ഉണക്ക നാരങ്ങ ചേർത്ത് കൊടുത്ത് ഇനി അറബിക് മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ അറബിക് മസാല ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്. ഗ്രാമ്പൂ, പട്ട, ഏലക്ക, കുരുമുളക്, ജീരകം, ബേ ലീവ്സും മല്ലിയും ഉണക്ക നാരങ്ങയും ചേർത്ത് നല്ലപോലെ പൊടിച്ചെടുക്കുന്നതാണ്. ഇനി ചിക്കനൊക്കെ ചേർത്ത് നല്ലപോലെ മിക്സ് ആക്കി എടുക്കുക. ഉണക്ക നാരങ്ങ മധുഹൂത്ത്ക്ക് നിർബന്ധമാണ്. അറബിക് റൈസിനൊക്കെ ഈ ലൂമില്ലാഞ്ഞാൽ ഒരിക്കലും ശരിയാവില്ല. അതിൻ്റെ ഫ്ലേവർ ഒരു ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ഇനി ഇതിലേക്ക് ക്യാരറ്റും ക്യാപ്സിക്കും കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി സോക്ക് ചെയ്തിട്ടുള്ള ബസ്മതി റൈസ് ഡ്രെയിൻ ചെയ്തിട്ടുണ്ട്. എരിവിന് വേണ്ടി കുറച്ചുകൂടി കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് റൈസ് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കിയെടുക്കുക. ഞാനിവിടെ എടുത്തിട്ടുള്ള റൈസിന് 1 കപ്പ് റൈസിന് 1.25 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. തിളച്ച വെള്ളമാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്, നോർമൽ പച്ചവെള്ളമല്ല. ഓരോ റൈസിനനുസരിച്ച് ഓരോ വെള്ളത്തിൻ്റെ അമൗണ്ടിൽ വ്യത്യാസമൊക്കെ വരും. അത് ചെക്ക് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നല്ലതുപോലെ കുക്ക് ചെയ്തെടുക്കുക. ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഒരുപാട് ഉപ്പ് തന്നെ ചേർത്ത് കൊടുക്കേണ്ട. എല്ലാം കൂടി മിക്സ് ചെയ്ത് നല്ലതുപോലെ കുക്ക് ചെയ്തെടുക്കുക. ചിക്കനും റൈസൊക്കെ ഒരുമിച്ച് കുക്ക് ചെയ്യുന്നതുകൊണ്ട് ഇതിന് നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് സെർവ് ചെയ്യാം.